ക്രിസ്തുയേശുവിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. കുറച്ച് നാളുകളായിട്ട് വീഡിയോ ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. ചെറിയ ചുമയുടെ പ്രശ്നം ഉള്ളതുകൊണ്ട് വീഡിയോ ചെയ്യാനായിട്ട് പറ്റിയില്ല. നമുക്കിനി തുടർച്ചയായിട്ട് വീഡിയോ ചെയ്യുവാൻ പരിശ്രമിക്കാം. അതിന് ദൈവം തന്നെ നമ്മളെ സഹായിക്കട്ടെ. നമ്മൾ കഴിഞ്ഞ വീഡിയോകളിൽ മനസ്സിലാക്കി ക്രിസ്തുവിൽ 7 രീതിയിലുള്ള മരണമുണ്ട്. അങ്ങനെ 7 രീതിയിൽ മരിക്കുന്നവരാണ് ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേൽക്കുന്നത്, അല്ലെങ്കിൽ ക്രിസ്തുവിൽ പുതിയ സൃഷ്ടിയായി തീരുന്നത്. അപ്പോൾ ഒരു വ്യക്തി ക്രിസ്തുവിൽ പുതിയ സൃഷ്ടിയായി തീരണമെങ്കിൽ നാം ക്രിസ്തുവിൽ 7 രീതിയിലുള്ള മരണം പ്രാപിക്കുമ്പോഴാണ് നാം ക്രിസ്തുവിനോടൊപ്പം അല്ലെങ്കിൽ ക്രിസ്തുവായി തീരുന്നത്, അല്ലെങ്കിൽ ക്രിസ്തുവിൽ പുതിയ സൃഷ്ടിയായി തീരുന്നത്. അപ്പോൾ ഈ ബൈബിളിൽ നമ്മൾ ഈ ലേഖന ഭാഗത്തെല്ലാം പുതിയ സൃഷ്ടിയാകണം, അല്ലെങ്കിൽ ക്രിസ്തുവിൽ പുതിയ സൃഷ്ടിയായി തീരണം എന്നെല്ലാം പഠിക്കുന്നുണ്ട്. എന്നാൽ അത് എങ്ങനെയാണ് അത് എന്ന് ആളുകൾക്ക് ഗ്രഹിക്കുവാൻ കഴിഞ്ഞിട്ടില്ല. അപ്പൊ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കി, ഈ ക്രിസ്തുവിൽ 7 രീതിയിൽ മരിക്കുന്ന ഒരു വ്യക്തി അവൻ ക്രിസ്തുവിൽ പുതിയ സൃഷ്ടിയായി തീരുന്നു. അപ്പോൾ ക്രിസ്തുവിൽ പുതിയ സൃഷ്ടിയായി തീരണമെങ്കിൽ നമ്മൾ 7 രീതിയിൽ മരിക്കണം. ഇങ്ങനെ 7 രീതിയിൽ മരിച്ച് ക്രിസ്തുവിൽ പുതിയ സൃഷ്ടിയായി തീർന്ന ഒരു വ്യക്തിയെ ദൈവം അവനെ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിൽ ഇരുത്തിയിരിക്കുകയാണെന്നാണ് വചനം പഠിപ്പിക്കുന്നത്. നമുക്ക് എഫേസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 7-ാം വാക്യം പഠിച്ചു കഴിഞ്ഞാൽ, ക്രിസ്തു യേശുവിൽ അവനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്തു. അപ്പൊ നാം ഇവിടെ ഈ വചനത്തിൽ നിന്ന് ഗ്രഹിക്കേണ്ടത്, ക്രിസ്തുവിൽ പുതിയ സൃഷ്ടിയായി തീർന്ന ഒരു വ്യക്തി, അല്ലെങ്കിൽ ക്രിസ്തുവിൽ 7 രീതിയിലുള്ള മരണം പ്രാപിച്ച് ക്രിസ്തുവിൽ പുതിയ സൃഷ്ടിയായി തീർന്ന ഒരു വ്യക്തിയെ ദൈവം ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിൽ ഇരുത്തിയിരിക്കുകയാണെന്നാണ് വചനം പഠിപ്പിക്കുന്നത്. അപ്പൊ നാം ഇവിടെ വലിയൊരു മർമ്മമാണ്, ബൈബിളിൽ ഒളിഞ്ഞു കിടക്കുന്ന വലിയൊരു മർമ്മമാണ്. അപ്പോൾ നാം മനസ്സിലാക്കേണ്ടത്, നാം ഈ ക്രിസ്തുവിൽ പുതിയ സൃഷ്ടിയായി കഴിഞ്ഞാൽ നാം ഭൂമിയിലല്ല സ്വർഗത്തിൽ നമ്മളെ ഇരുത്തിയിരിക്കുകയാണെന്നാണ് ഈ വചനത്തിലൂടെ നാം ഗ്രഹിക്കേണ്ടത്. ഈ വചനം നമ്മൾ ഓർമ്മയിൽ വെക്കുക. നമുക്ക് ഈ വചനത്തെ ആസ്പദമാക്കി കുറെ വചനങ്ങള് ഈ പ്രൊട്ടസ്റ്റന്റ് സഹോദരന്മാര് പഠിപ്പിക്കുന്ന കുറെ തെറ്റായ രീതിയിൽ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഈ സ്വർഗത്തിൽ ഇരുത്തിയിരിക്കുകയാണെന്നുള്ള ഒരു കാര്യം നമ്മുടെ ഓർമ്മയിൽ വെക്കുക. ഇത് നമുക്ക് പിന്നീട് ആവശ്യം വരും. ഇവിടെ വീണ്ടും നമ്മൾ കൊളോസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ 2-ാം അധ്യായം അതിന്റെ 12-ാം വാക്യം പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: സ്നാനത്തിൽ നിങ്ങൾ അവനോടുകൂടെ അടയ്ക്കപ്പെടുകയും അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച ദൈവത്തിന്റെ വ്യാപാര ശക്തിയിലുള്ള വിശ്വാസത്താൽ അവനോടുകൂടെ നിങ്ങളും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അപ്പൊ നമ്മൾ ഉയർത്തെഴുന്നേൽക്കാനുള്ള ഒരു കാരണം, നമ്മള് സ്നാനത്തിൽ അവനോടുകൂടെ അടയ്ക്കപ്പെട്ടു. അപ്പൊ നമ്മള് മരിച്ചു, നമ്മളെ ശവമടക്കി. അങ്ങനെ എങ്ങനെയാണ് നമ്മൾ ഈ അടക്കപ്പെട്ടത്? നമ്മൾ ഭൗതികമായിട്ട് മരിച്ചിട്ടില്ല. പക്ഷെ നമ്മൾ ക്രിസ്തുവിൽ മരിച്ചു കഴിഞ്ഞപ്പോൾ സ്നാനത്തിലാണ്. സ്നാനം എന്ന് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് നമ്മൾ ഏതെങ്കിലും ഒരു പുഴയിലിറങ്ങി മുങ്ങി സ്നാനം എടുക്കുന്നതല്ല. സ്നാനം എന്ന് വെച്ചാൽ അറിവാണ്. ഈ ക്രിസ്തുവിനെ അറിഞ്ഞപ്പോഴാണ് നമ്മൾ അവനോടുകൂടെ അടയ്ക്കപ്പെട്ടത്, അല്ലെങ്കിൽ അവനോടുകൂടെ കബറടക്കപ്പെട്ടത്. അങ്ങനെ ആ ക്രിസ്തുവിനോടുകൂടെ അടയ്ക്കപ്പെട്ട നമ്മള് വീണ്ടും ദൈവത്തിന്റെ വ്യാപാര ശക്തിയിലുള്ള വിശ്വാസത്താൽ, അല്ലെങ്കിൽ ദൈവത്തിലുള്ള ആ അടിയുറച്ച വിശ്വാസത്താൽ, ദൈവത്തിൽ വിശ്വസിക്കുന്നത് കൊണ്ടാണ് ദൈവം ഒരു വ്യക്തിക്ക് ദൈവത്തിന്റെ നീതി നടത്തി കൊടുക്കുന്നത്. അത് നമ്മൾ കഴിഞ്ഞ കുറെ വീഡിയോകളിൽ മനസ്സിലാക്കിയതാണ്. ദൈവം നീതി നടത്തി കൊടുക്കുന്നത് ക്രിസ്തുവിനെ നൽകിക്കൊണ്ടാണ്. അങ്ങനെ ക്രിസ്തുവിനെ ലഭിച്ച ഒരു വ്യക്തി ദൈവത്തിന്റെ ആ വ്യാപാര ശക്തിയിലുള്ള, അല്ലെങ്കിൽ ദൈവത്തിന്റെ ആ വിശ്വാസത്തിലുള്ള ആ ഉറച്ച വിശ്വാസത്താൽ ദൈവം അവനെ, ആ ഉറച്ച വിശ്വാസം അവനുള്ളതുകൊണ്ട്, അല്ലെങ്കിൽ ക്രിസ്തുവിൽ ആ അടിയുറച്ച വിശ്വാസം ഉള്ളത് കൊണ്ട് ദൈവം ക്രിസ്തുവിനോടുകൂടെ അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചിരിക്കുകയാണ്. അപ്പൊ ഈ 2 കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒന്ന്, ക്രിസ്തുവിൽ മരിച്ച ഒരു വ്യക്തി ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച് ദൈവം അവനെ സ്വർഗത്തിൽ ഇരുത്തിയിരിക്കുകയാണ്. അങ്ങനെ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേൽക്കാനുള്ള ഒരു കാരണം, നമ്മൾ സ്നാനത്തിൽ അല്ലെങ്കിൽ അറിവിലൂടെ നമ്മൾ ക്രിസ്തുവിനെ മനസ്സിലാക്കി, അങ്ങനെ ക്രിസ്തുവിനെ വിശ്വസിച്ചു കഴിഞ്ഞപ്പോൾ ആ വിശ്വാസത്തിലൂടെയാണ് ദൈവം നമ്മളെ ഉയർത്തെഴുന്നേൽപ്പിച്ചത്. വീണ്ടും ഇനി നമ്മൾ പഠിക്കേണ്ട ഒരു വലിയൊരു കാര്യം, അല്ലെങ്കിൽ ബൈബിളിലെ ഏറ്റവും വലിയൊരു മർമ്മമാണ്, അല്ലെങ്കിൽ ലോകം തെറ്റായി മനസ്സിലാക്കിയിരിക്കുന്ന ഒരു കാര്യത്തെ കുറിച്ചാണ് നമുക്ക് മനസ്സിലാക്കിയാലാണ് ഈ പുതിയ സൃഷ്ടിയെ കുറിച്ച് നമുക്ക് യഥാർത്ഥമായിട്ട് ഗ്രഹിക്കുവാൻ കഴിയുള്ളൂ.
നമ്മളെല്ലാവരും ഈ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 5-ാം വാക്യം, അത് എല്ലാവർക്കും 5ഉം 6ഉം വാക്യം എല്ലാവർക്കും അറിയാവുന്നതാണ്. ക്രിസ്തു യേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിൽ ഉണ്ടായിരിക്കട്ടെ. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ച് കൊള്ളണം എന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്തു, മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. അപ്പൊ ഈ വചനം ആളുകൾ മനസ്സിലാക്കിയിരിക്കുന്നത് യേശു ദൈവമാണെന്നാണ്. അപ്പോ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് യേശു ദൈവമാണോ അല്ലയോ എന്നുള്ളത് നമുക്ക് ഈ 1-2 വീഡിയോ കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും. പക്ഷെ യേശു ദൈവരൂപത്തിലാണ് ഇരിക്കുന്നത്. അപ്പൊ നാം ഇവിടെ ആദ്യമായിട്ട് ഗ്രഹിക്കേണ്ടത് ക്രിസ്തുവിൽ പുതിയ സൃഷ്ടിയായി ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റ എല്ലാ വ്യക്തികളും ദൈവത്തിന്റെ അതേ രൂപത്തിലാണ് ഇരിക്കുന്നത് എന്നാണ് നാം ഇവിടെ തിരിച്ചറിയേണ്ടത്. ദൈവത്തിന്റെ സൃഷ്ടിയായി തീർന്ന ആദ്യത്തെ വ്യക്തി യേശുക്രിസ്തുവാണ്. അപ്പൊ യേശുക്രിസ്തു ഈ ക്രിസ്തുവിനെ സ്വീകരിച്ച് ക്രിസ്തുവിൽ പുതിയ സൃഷ്ടിയായി തീർന്നു കഴിഞ്ഞപ്പോൾ യേശുവിന് മനസ്സിലായി താൻ ദൈവത്തിന്റെ അതേ രൂപത്തിലാണ് ഇരിക്കുന്നതെന്ന്. എന്നാൽ യേശു ദൈവത്തിന്റെ അതേ രൂപത്തിലാണ് ഇരിക്കുന്നതെന്ന് വിചാരിച്ച് യേശുവിന്റെ പ്രവൃത്തി നിർത്തിയില്ല. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 26-ാം വാക്യത്തിലൂടെ വചനം പഠിപ്പിക്കുന്നത് എങ്ങനെയാണ്? അനന്തരം ദൈവം നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക. അപ്പൊ ഇവിടെ വചനം പഠിപ്പിക്കുന്നത് ദൈവമാണ് സൃഷ്ടി നടത്തുന്നത്. അപ്പൊ ദൈവം ഏകനാണ്. അപ്പൊ ഇവിടെ അനന്തരം ദൈവം, നാം എന്നാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. നാം എന്ന് പറഞ്ഞാൽ ആ കൂടെ ദൈവത്തിന്റെ കൂടെ ഒരു വ്യക്തി കൂടി ഉണ്ട്, അല്ലെങ്കിൽ ദൈവം തനിയല്ല. അതാണ് നാം, നമ്മുടെ. അപ്പൊ 2 വ്യക്തികളുണ്ട്. നമ്മുടെ സ്വരൂപത്തിൽ, നമ്മുടെ സ്വന്തം രൂപത്തിൽ, നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക. അപ്പൊ ഇവിടെ ഉൽപ്പത്തി പുസ്തകം നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ അകത്ത് 3 തരം മനുഷ്യനെ നമുക്ക് കാണുവാൻ കഴിയും. നമ്മള് പഠിച്ചിരിക്കുന്നത് ഒരേ ഒരു മനുഷ്യനെ കുറിച്ച് മാത്രമാണ്, അത് ആദത്തെ കുറിച്ച് മാത്രമാണ്. എന്നാൽ ബൈബിൾ ശരിയാവണ്ണം പഠിക്കുമ്പോൾ, അല്ലെങ്കിൽ ദൈവം നമുക്ക് ഈ ബൈബിളിന്റെ യഥാർത്ഥ ജ്ഞാനം ഗ്രഹിപ്പിച്ച് തരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാവുന്നത് ഉൽപ്പത്തി പുസ്തകത്തിലെ 3 തരം മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചിട്ടുണ്ട്. അതിലെ ഒന്നാമത്തെ മനുഷ്യൻ ഒന്നാമത്തെ മനുഷ്യൻ ഉണ്ടാക്കപ്പെട്ട മനുഷ്യനാണ്. 2-ാമത്തെ മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനാണ്. 3-ാമത്തെ മനുഷ്യൻ നിർമ്മിക്കപ്പെട്ട മനുഷ്യനാണ്. നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ, ഇവിടെ നമ്മൾ ഈ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 26-ാം വാക്യം പഠിച്ചു കഴിഞ്ഞാൽ, അനന്തരം ദൈവം നാം നമ്മുടെ സ്വരൂപത്തിൽ. അപ്പൊ നമ്മുടെ സ്വരൂപത്തിൽ എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ കൂടെ ആരോ ഉണ്ട്. അപ്പൊ ദൈവവും നമ്മുടെ സ്വരൂപത്തിലും സാദൃശ്യത്തിലുമാണ് മനുഷ്യൻ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ ഉണ്ടാക്കപ്പെട്ട മനുഷ്യനിരിക്കുന്നത് ഇവിടെ മെയ്ക്ക്ഡ് മാനാണ്. നിങ്ങൾ അതിന്റെ ഇംഗ്ലീഷ് വായിച്ചു കഴിഞ്ഞാൽ മെയ്ക്ക്ഡ് മാൻ എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ ഉണ്ടാക്കപ്പെട്ട മനുഷ്യനാണ്. ഉണ്ടാക്കപ്പെട്ട മനുഷ്യനിരിക്കുന്നത് ദൈവത്തിന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലുമാണ്. അപ്പൊ ഇവിടെ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 26-ാം വാക്യത്തിൽ പഠിക്കുന്നത് നാം നമ്മുടെ സ്വരൂപത്തിൽ,
നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക. അപ്പൊ ഈ നാം എന്ന് പറയുന്നത് ആരൊക്കെയാണ്? അപ്പൊ ഇവിടെ ആളുകള് ധരിച്ചിരിക്കുന്നത്, നമ്മള് വചനത്തില് ഇങ്ങനെ പഠിക്കുന്നുണ്ട്, യേശു പറയുന്നുണ്ട് അബ്രഹാത്തിന് മുമ്പ് ഞാനുണ്ട്. അപ്പൊ ഈ ഈ സൃഷ്ടി നടത്തുമ്പോൾ ദൈവത്തോടൊപ്പം യേശു ഉണ്ടെന്നാണ് ആളുകൾ ലോകം മുഴുവൻ മനസ്സിലാക്കിയിരിക്കുന്നത്. എന്നാൽ ഈ സൃഷ്ടി നടക്കുമ്പോൾ ദൈവം ഈ ഭൂമണ്ഡലത്തെയും ഭൂതലത്തെയും മനുഷ്യരെയും എല്ലാം ഉണ്ടാക്കുമ്പോൾ ആ ദൈവത്തോടൊപ്പം ഉള്ളത് ക്രിസ്തുവാണ്. ഇതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. ക്രിസ്തു ആണ് ദൈവത്തോടൊപ്പം ഉള്ളത്. ഇത് നമ്മൾ തിരിച്ചറിയണമെങ്കിൽ ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 2-ാം വാക്യം ഇങ്ങനെയാണ് പഠിപ്പിക്കുന്നത്: ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തിരിക്കുന്നു, അവനെ താൻ സകലത്തിനും അവകാശിയാക്കി വെച്ചു, അവൻ മുഖാന്തരം ലോകത്തെയും ഉണ്ടാക്കി. അപ്പൊ പുത്രൻ മുഖാന്തരമാണ് ലോകത്തെ ദൈവം ഉണ്ടാക്കിയത്. അപ്പൊ പുത്രൻ എന്ന് പറയുന്നത് ക്രിസ്തുവാണ്. നമ്മൾ നേരത്തെ മനസ്സിലാക്കി, ദൈവത്തിന്റെ പുത്രനെ ലോകത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നത് ക്രിസ്തുവായിട്ടാണ്. അപ്പൊ ക്രിസ്തു എന്ന് പറയുന്നത് ദൈവത്തിന്റെ വചനമാണ്. അപ്പൊ നമുക്കറിയാം, ദൈവം ഈ ലോകത്തെ ഉണ്ടാക്കിയത് വെളിച്ചമുണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ തന്നെ വെളിച്ചമുണ്ടായി. അപ്പൊ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ ആ വചനത്തിലൂടെയാണ് ദൈവം ഈ ലോകത്തെ നിർമ്മിച്ചത്, അല്ലെങ്കിൽ ലോകത്തെ ഉണ്ടാക്കിയത്. അപ്പൊ ക്രിസ്തു എന്ന് പറയുന്നത് ദൈവത്തിന്റെ വചനമാണ്, അല്ലെങ്കിൽ ക്രിസ്തു എന്ന് പറയുന്നത് ദൈവത്തിന്റെ ജ്ഞാനമാണ്. അപ്പൊ ഇവിടെ നമ്മൾ ഈ ഉൽപ്പത്തി സദൃശവാക്യം 8-ാം അധ്യായം ഈ 22 മുതൽ 31 വരെയുള്ള വാക്യം പഠിച്ചു കഴിഞ്ഞാൽ അവിടെ പറയുന്നത് മുഴുവൻ ക്രിസ്തുവിനെ കുറിച്ചാണ്. അപ്പൊ നമ്മൾ ആ വാക്യങ്ങളെല്ലാം ഇവിടെ വായിക്കുന്നില്ല. നിങ്ങൾ സമയം കിട്ടുമ്പോൾ ആ വാക്യങ്ങളെല്ലാം വായിച്ചു നോക്കുക. അപ്പൊ ആ വചനം പഠിപ്പിക്കുന്നത് എങ്ങനെയാണ്? ആ പർവ്വതങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പേ, കുന്നുകളും പർവ്വതങ്ങളും ഉണ്ടാകുന്നതിന് മുമ്പേ ഞാൻ ജനിച്ചിരിക്കുന്നു. അപ്പൊ ആ വചനങ്ങളെല്ലാം നിങ്ങൾ ഒരിക്കൽ വായിച്ചു നോക്കുക. അപ്പൊ അവിടെ പറയുന്നത് മുഴുവൻ ജ്ഞാനത്തെ കുറിച്ചാണ്. ആ സദൃശവാക്യം 8-ാം അധ്യായം മുഴുവൻ ജ്ഞാനത്തെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ജ്ഞാനം നമ്മൾക്കറിയാം, ജ്ഞാനം ക്രിസ്തുവാണ്. അപ്പൊ ക്രിസ്തുവിനെ കുറിച്ചാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്, ഈ ദൈവം മനുഷ്യനെ ഉണ്ടാക്കട്ടെ, നമ്മുടെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും മനുഷ്യനെ ഉണ്ടാക്കുക എന്ന് പറഞ്ഞപ്പോൾ അവിടെ മനുഷ്യനെ ഉണ്ടാക്കിയിരിക്കുന്നത് ദൈവത്തിന്റെയും ക്രിസ്തുവിന്റെയും സാദൃശ്യത്തിലും സ്വരൂപത്തിലുമാണ് മനുഷ്യനെ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ ഒന്നാമത് മനസ്സിലാക്കേണ്ടത് ഇതാണ്: ഉണ്ടാക്കപ്പെട്ട മനുഷ്യൻ ദൈവത്തിന്റെ സ്വരൂപത്തിലും ദൈവത്തിന്റെ സാദൃശ്യത്തിലുമാണ് ഇരിക്കുന്നത്. വീണ്ടും നമ്മൾ ഈ ഉൽപ്പത്തി പുസ്തകം തന്നെ 1-ാം അധ്യായം 27-ാം വാക്യം പഠിച്ചു കഴിഞ്ഞാൽ, ഇങ്ങനെ ദൈവം തന്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു, ദൈവത്തിന്റെ സ്വന്തം രൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. അപ്പൊ രണ്ടാമത്തെ മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനാണ്. അപ്പൊ നമ്മളിവിടെ മനസ്സിലാക്കി, നമ്മൾ ആദ്യത്തെ വചനത്തിൽ പഠിച്ചത് നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക. ഇനി വീണ്ടും ഈ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അവിടെ വചനം എഴുതിയിരിക്കുന്നത്, ഇങ്ങനെ ദൈവം തന്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. അപ്പൊ സാദൃശ്യം എവിടെ പോയി? അപ്പൊ ഉണ്ടാക്കപ്പെട്ട മനുഷ്യനിലെ ദൈവത്തിന്റെ സാദൃശ്യവും സ്വരൂപവും ഉണ്ട്. എന്നാൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനില് ദൈവത്തിന്റെ സ്വരൂപത്തിലാണ് ദൈവത്തിന്റെ സ്വന്തം രൂപത്തിലാണ് മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പൊ നാം ഇവിടെ മനസ്സിലാക്കേണ്ടത്, പുതിയ സൃഷ്ടിയായിത്തീർന്ന മനുഷ്യൻ ദൈവത്തിന്റെ സ്വരൂപത്തിൽ, ദൈവത്തിന്റെ സ്വന്തം രൂപത്തിലാണ് ഇരിക്കുന്നത്. വീണ്ടും നമ്മൾ ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 7-ാം വാക്യം പഠിച്ചു കഴിഞ്ഞാൽ, യഹോവയായ ദൈവം നിലത്തെ പൊടികൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചിട്ട് അവന്റെ മൂക്കിൽ ജീവശ്വാസം ഊതി മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു. അപ്പൊ ഇവിടെ നിലത്തെ പൊടി കൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചു. ഇവിടെ വചനമെല്ലാം വളരെ വ്യക്തമായിട്ടാണ് എഴുതിയിരിക്കുന്നത്. ഇവിടെ നമ്മൾ ആദ്യം പഠിച്ചു, ഉണ്ടാക്കപ്പെട്ട മനുഷ്യൻ ദൈവത്തിന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലുമാണ്. വീണ്ടും 1-ാം അധ്യായം 27-ാം വാക്യത്തിൽ പറയുന്ന സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ ദൈവത്തിന്റെ സ്വന്തം രൂപത്തിലാണ് ഇരിക്കുന്നത്. വീണ്ടും ഇവിടെ ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 7-ാം വാക്യം പഠിപ്പിക്കുന്നത് നിർമ്മിക്കപ്പെട്ട മനുഷ്യനെ കുറിച്ചാണ്. നിർമ്മിക്കപ്പെട്ട മനുഷ്യൻ ആദമാണ്. അപ്പൊ ആദത്തെ ദൈവം നിർമ്മിക്കുകയാണ് ചെയ്തത്. ഭൂമിയിലെ പൊടി കൊണ്ട് ആദത്തെ മെനഞ്ഞു. ആ ആദത്തിന്റെ മൂക്കിൽ ജീവശ്വാസം ഊതി ആദം ജീവനുള്ള ദേഹിയായി തീർന്നു. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്, ഈ ഫോംഡ് മാനില് അവനൊരു ലിവിങ് സോളാണ്.
അപ്പൊ അവന് ശരീരം ഉണ്ട് ഇല്ല, അതൊക്കെ നമുക്ക് പിന്നീട് പഠിക്കാം. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഉൽപ്പത്തി പുസ്തകത്തില് നമ്മൾ 3 തരം മനുഷ്യനെ കുറിച്ച് പഠിക്കുന്നുണ്ട്. നമ്മൾ എല്ലാവരും മനസ്സിലാക്കിയിരിക്കുന്നത് ആദത്തെ കുറിച്ച് മാത്രമാണ്. എന്നാൽ ഇവിടെ ഈ ബൈബിൾ ശരിയാവണ്ണം മനസ്സിലാക്കി കഴിഞ്ഞാൽ 3 തരം മനുഷ്യനെ കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്. ഇത് ലോകം നമ്മളെ പഠിപ്പിക്കുന്നില്ല, സുവിശേഷ പ്രഘോഷകർ നമ്മളെ പഠിപ്പിക്കുന്നില്ല. എന്നാൽ ഇതെല്ലാം ഗ്രഹിക്കണമെങ്കിൽ ദൈവജ്ഞാനത്തിലൂടെ മാത്രമേ നമുക്ക് ഗ്രഹിക്കുവാൻ കഴിയുകയുള്ളൂ. ഇവിടെ ഉണ്ടാക്കപ്പെട്ട മനുഷ്യനുണ്ട്, സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനുണ്ട്, അതുപോലെ നിർമ്മിക്കപ്പെട്ട മനുഷ്യനുണ്ട്. അപ്പൊ മെയ്ക്ഡ് മാൻ, ക്രിയേറ്റഡ് മാൻ, ഫോംഡ് മാൻ, ഇങ്ങനെ 3 തരം മനുഷ്യനുണ്ട്. ഇതിൽ ഉണ്ടാക്കപ്പെട്ട മനുഷ്യന് ഈ ലോകത്തിലെ എല്ലാ മനുഷ്യരും ഉണ്ടാക്കപ്പെട്ട മനുഷ്യരാണ്. നിർമ്മിക്കപ്പെട്ട മനുഷ്യൻ ആദം മാത്രമാണ്. ഇനി ഈ ഉണ്ടാക്കപ്പെട്ട മനുഷ്യൻ ദൈവത്തിന്റെ സൃഷ്ടിയായി തീരണം. ഇതാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. ഇതാണ് ബൈബിളിലെ ഏറ്റവും വലിയ മർമ്മം. ഇതാണ് നമ്മള് ഈ ഉണ്ടാക്കപ്പെട്ട മനുഷ്യരാണ്. അത് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ അപ്പോസ്തല പ്രവർത്തനം 17-ാം അധ്യായം 26-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് പഠിപ്പിക്കുന്നത്: ഭൂതലത്തിലെങ്ങും കുടിയിരിപ്പാൻ അവൻ ഒരുത്തനിൽ നിന്ന് മനുഷ്യജാതിയെ ഒക്കെയും ഉണ്ടാക്കി അവരുടെ നിവാസത്തിന് അതിരുകളും കാലങ്ങളും നിശ്ചയിച്ചു. അപ്പൊ ഈ ഭൂതലത്തിലെ ഈ ഭൂമിയിലുള്ള എല്ലാ മനുഷ്യരും ഉണ്ടാക്കപ്പെട്ട മനുഷ്യരാണ്. അതിന്റെ ഇംഗ്ലീഷ് പഠിച്ചു കഴിഞ്ഞാൽ ആൻഡ് ഹാസ് മെയ്ഡ് ഓഫ് വൺ ബ്ലഡ് ഓൾ നേഷൻസ് ഓഫ് മാൻ ഓൺ ഓൾ ദി ഫേസ് ഓഫ് ദി എർത്ത്. അപ്പൊ ആദത്തിന്റെ ആ ഒരൊറ്റ ബ്ലഡിൽ നിന്നാണ് ഈ ലോകത്തിലെ മുഴുവൻ മനുഷ്യരെ ഉണ്ടാക്കിയിരിക്കുന്നതെന്നാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഈ ആദത്തിൽ നിന്ന് ഉണ്ടായ മനുഷ്യരെല്ലാവരും ഉണ്ടാക്കപ്പെട്ട മനുഷ്യരാണ്. ഈ ഉണ്ടാക്കപ്പെട്ട മനുഷ്യൻ ക്രിയേറ്റഡ് മാനായിട്ട് അല്ലെങ്കിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനായി തീരണം. ഇതാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. അങ്ങനെ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യരായി തീരുവാൻ വേണ്ടിയിട്ടാണ്, അങ്ങനെ ദൈവത്തിന്റെ സൃഷ്ടിയായി തീരുവാൻ വേണ്ടിയിട്ടാണ് ദൈവം ലോകത്തിലേക്ക് പ്രവാചകന്മാരെയും ന്യായാധിപന്മാരെയും പുരോഹിതന്മാരെയും രാജാക്കന്മാരെയും എല്ലാം അയച്ചു. എന്നാൽ അവർക്ക് ആർക്കും ഈ ദൈവത്തിന്റെ ആ ക്രിയേഷനിലേക്ക് അല്ലെങ്കിൽ ദൈവം ആഗ്രഹിച്ച ആ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനാക്കി തീർക്കുവാൻ അവർക്ക് ആർക്കും കഴിഞ്ഞില്ല. അങ്ങനെ ആദ്യമായിട്ട് ഈ ലോകത്തിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനായി തീർന്നത്, അല്ലെങ്കിൽ ദൈവത്തിന്റെ സൃഷ്ടിയായി തീരുന്നത്, അല്ലെങ്കിൽ ദൈവ സൃഷ്ടിയായി തീർന്ന ആദ്യത്തെ വ്യക്തി യേശുക്രിസ്തുവാണ്. അപ്പൊ ഇവിടെ നമ്മള് ശരിയാവണ്ണം ഗ്രഹിക്കേണ്ടത് ഈ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 26-ാം വാക്യത്തിൽ പറയുമ്പോൾ ആ വചനത്തില് നമുക്ക് നമ്മുടെ സാദൃശ്യത്തിൽ, നമ്മുടെ സ്വരൂപത്തിൽ മനുഷ്യനെ ഉണ്ടാക്കാം. അപ്പൊ ഉണ്ടാക്കപ്പെട്ട മനുഷ്യൻ ദൈവത്തിന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലുമാണ് ഇരിക്കുന്നത്. എന്നാൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ ദൈവത്തിന്റെ സ്വന്തം രൂപത്തിലാണ് ഇരിക്കുന്നത്. അപ്പോ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനാണ് ക്രിയേറ്റഡ് മാൻ. ഇനി ഉണ്ടാക്കപ്പെട്ട മനുഷ്യൻ മെയ്ക്ഡ് മാൻ ആണ്. ഇനി നിർമ്മിക്കപ്പെട്ട മനുഷ്യൻ അത് ഫോംഡ് മാൻ ആണ്. അത് ഫോംഡ് മാൻ ആദം മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാവരും, ഈ ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും ഉണ്ടാക്കപ്പെട്ട മനുഷ്യരാണ്. ഈ ഉണ്ടാക്കപ്പെട്ട മനുഷ്യൻ ദൈവത്തിന്റെ സൃഷ്ടിയായി തീരണം. ഇതാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. അങ്ങനെ പുതിയ സൃഷ്ടിയായി തീരുക എന്ന് പറഞ്ഞാൽ ഈ ദൈവം ആദത്തിന്റെ ബ്ലഡിൽ നിന്ന് ഉണ്ടാക്കപ്പെട്ട മനുഷ്യൻ ദൈവത്തിന്റെ സൃഷ്ടിയായി തീരണം. അങ്ങനെ ആദത്തിനും ദൈവത്തിന്റെ സൃഷ്ടിയായി തീരുവാൻ കഴിഞ്ഞില്ല. അങ്ങനെ കഴിഞ്ഞിരുന്നെങ്കിൽ ഈ ഒരു കാര്യവും ആവശ്യമില്ലായിരുന്നു. അങ്ങനെ ദൈവത്തിന്റെ സൃഷ്ടിയായി തീരുവാൻ ആദത്തിന് കഴിയാത്തത് കൊണ്ടാണ് ദൈവം ഈ ലോകത്തിലേക്ക് പലരെയും അയച്ചത്. അവർക്ക് ആർക്കും ഈ ഒരു സത്യം മനുഷ്യരെ പഠിപ്പിക്കുവാൻ കഴിഞ്ഞില്ല. അവസാനം ദൈവം തന്റെ പുത്രനെ തന്നെ ലോകത്തിലേക്ക് അയച്ചു. പുത്രൻ എന്ന് പറയുന്നത് ക്രിസ്തുവാണ്. ക്രിസ്തു എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ജ്ഞാനമാണ്. ദൈവത്തിന്റെ ജ്ഞാനത്തെ ദൈവം ലോകത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നത് ക്രിസ്തുവായിട്ടാണ്. ഇതാണ് നാം ഗ്രഹിക്കേണ്ടത്. ആരെല്ലാം ദൈവത്തിന്റെ ജ്ഞാനം സ്വീകരിക്കുന്നുവോ അവരെല്ലാം ക്രിസ്തുവിലായി പുതിയ സൃഷ്ടിയായി തീരുന്നു. അല്ലെങ്കിൽ ആരെല്ലാം ദൈവത്തിന്റെ ജ്ഞാനം സ്വീകരിക്കുന്നുവോ അവരെല്ലാവരും ക്രിസ്തുവായി തീരുന്നു. ഇതാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. ഇനി നമുക്ക് ബാക്കി നമ്മൾക്ക് അടുത്ത വീഡിയോയിൽ മനസ്സിലാക്കാം. അപ്പൊ നമ്മളിപ്പോ ഇവിടെ മനസ്സിലാക്കേണ്ടത്, നാം ആദ്യം മനസ്സിലാക്കി അവൻ ദൈവരൂപത്തിലിരിക്കെ, യേശു ദൈവരൂപത്തിലിരിക്കെ എന്നുള്ള എങ്ങനെയാണ് ഈ ദൈവരൂപത്തിൽ ഇരിക്കുന്നതെന്ന് മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിലെ ഈ വാക്യങ്ങളെല്ലാം പഠിച്ചത്. അപ്പൊ നാം മനസ്സിലാക്കേണ്ടത് ഒരു ആദത്തിന്റെ വൺ ബ്ലഡിൽ നിന്ന് ഉണ്ടാക്കപ്പെട്ട മനുഷ്യരാണ് ഈ ഭൂമിയിലുള്ള എല്ലാ ജനങ്ങളും. ആദത്തിൽ നിന്ന് ഉണ്ടാക്കപ്പെട്ട മനുഷ്യൻ
വീണ്ടും ദൈവത്തിന്റെ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യരായി തീരണം, അല്ലെങ്കിൽ ക്രിയേറ്റഡ് മാനായി തീരണം. അപ്പൊ മെയ്ക്ക്ഡ് മാൻ ക്രിയേറ്റഡ് മാനായി തീരണം. അതാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. അങ്ങനെ ക്രിയേറ്റഡ് മാനായി തീരുവാൻ വേണ്ടിയിട്ടാണ് ദൈവം തന്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചത്. അങ്ങനെ ദൈവത്തിന്റെ പുത്രനെ സ്വീകരിച്ച് യേശു സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനായി തീർന്നു. നമുക്കും ഈ ലോകത്തിൽ ഈ കാലഘട്ടത്തിലും ആർക്ക് വേണമെങ്കിലും ദൈവത്തിന്റെ പുത്രനെ സ്വീകരിച്ച് പുതിയ സൃഷ്ടിയായി തീരാം, അല്ലെങ്കിൽ ദൈവത്തിന്റെ പുത്രനായ ദൈവത്തിന്റെ ഏകജാതനായ ക്രിസ്തുവിനെ സ്വീകരിച്ച് നമുക്ക് ദൈവത്തിന്റെ ആദിജാതന്മാരായി തീരാം. ആദിജാതന്മാരായി തീരുവാൻ വേണ്ടിയിട്ടാണ് ദൈവം ഈ തന്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചത്. ആരെല്ലാം ക്രിസ്തുവിനെ സ്വീകരിച്ച് ക്രിസ്തുവിൽ പുതിയ സൃഷ്ടിയായി തീരുന്നുവോ അവരെല്ലാവരും ഏകജാതനിൽ നിന്ന് ജനിച്ച ആദിജാതന്മാരാണ്. ഇതാണ് ബൈബിള് പഠിപ്പിക്കുന്നത്. നമുക്ക് ബാക്കി കാര്യങ്ങളെല്ലാം അടുത്ത വീഡിയോയിൽ മനസ്സിലാക്കാം. നിങ്ങളെല്ലാവരും ഈ വചനം വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കി ഈ ക്രിയേറ്റഡ് മാൻ ആരാണ്, ഈ ഫോംഡ് മാൻ ആരാണ്, അല്ലെങ്കിൽ മേക്ഡ് മാൻ ആരാണ്, ഉണ്ടാക്കപ്പെട്ട മനുഷ്യൻ ആരാണ്, നിർമ്മിക്കപ്പെട്ട മനുഷ്യനാണ് ആരാണ്, സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ ആരാണ് എന്നെല്ലാം നമ്മൾ തിരിച്ചറിയണം. അതിന് നിങ്ങൾ ഈ 8-ാം അധ്യായം സദൃശവാക്യം 8-ാം അധ്യായം വളരെ വിശദമായിട്ട് മനസ്സിലാക്കിയാൽ മാത്രമേ ഇതിന്റെ ഈ നമുക്ക് നമ്മുടെ സാദൃശ്യത്തിൽ എന്ന് പറയുമ്പോൾ ഈ നമ്മൾ ആരാണെന്ന് തിരിച്ചറിയണമെങ്കിൽ നമ്മൾ ഈ സദൃശവാക്യം 8-ാം അധ്യായം ശരിയാവണ്ണം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും അത് ക്രിസ്തുവാണ്. കാരണം ക്രിസ്തു എന്ന് പറയുന്നത് ദൈവത്തിന്റെ ജ്ഞാനമാണ്. ഈ ജ്ഞാനമാണ് സംസാരിക്കുന്നത് മുഴുവൻ. അപ്പൊ എന്നെ കണ്ടെത്തുന്നവൻ ജീവനെ കണ്ടെത്തുന്നു. അപ്പൊ ക്രിസ്തുവിനെ കണ്ടെത്തി കഴിയുമ്പോഴാണ് നമ്മൾ ജീവനെ കണ്ടെത്തുന്നത്. സദൃശവാക്യം 8-ാം അധ്യായം എല്ലാവരും നന്നായിട്ട് വായിച്ച് ഗ്രഹിക്കുക. നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അടുത്ത വീഡിയോയിൽ മനസ്സിലാക്കാം. അങ്ങനെ ഈ ഉണ്ടാക്കപ്പെട്ട മനുഷ്യരായ നമുക്ക് ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യരായി തീരാം. അങ്ങനെ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യരായി ദൈവത്തിന്റെ പ്രവൃത്തി ഈ ഭൂമിയിൽ ചെയ്യുവാൻ, ഈ ഉണ്ടാക്കപ്പെട്ട മനുഷ്യനെ ദൈവം സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനാക്കി തീർക്കുന്നത് ദൈവത്തിന്റെ സൽപ്രവൃത്തികൾ ഈ ഭൂമിയിൽ ചെയ്യുവാൻ വേണ്ടിയിട്ടാണ്. ദൈവത്തിന്റെ സൃഷ്ടിയായി തീരാതെ ആർക്കും ഈ ഭൂമിയിൽ ദൈവത്തിന്റെ പ്രവൃത്തി ചെയ്യുവാൻ കഴിയുകയുമില്ല. അപ്പൊ നമുക്കെല്ലാവർക്കും ദൈവത്തിന്റെ സൃഷ്ടിയായി തീരാം. അതിന് ദൈവം നിങ്ങളെ എല്ലാവരെയും സഹായിക്കുകയും ഈ സത്യം ഗ്രഹിക്കുവാൻ നിങ്ങളുടെ ആന്തരിക നേത്രത്തെ തുറക്കുകയും ചെയ്യട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു.